കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 5-ാമത്തെ അധ്യായം അതിൻ്റെ 22-23 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. സേവകർ ചെന്നപ്പോൾ അവരെ കാരാഗൃഹത്തിൽ കാണാതെ മടങ്ങി വന്നു. കാരാഗൃഹം നല്ല സൂക്ഷ്മത്തോടെ പൂട്ടിയിരിക്കുന്നതും കാവൽക്കാർ വാതിൽക്കൽ നിൽക്കുന്നതും ഞങ്ങൾ കണ്ടു. തുറന്നപ്പോഴോ അകത്താരെയും കണ്ടില്ല എന്ന് അറിയിച്ചു എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർക്കൊരു കൽപ്പന കൊടുത്തിട്ടാണ് പോയത്, ഒരു ജോലി കൊടുത്തിട്ടാണ് പോയത്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നും അവൻ ലോകരക്ഷിതാവാണെന്നും ഈ ലോകത്തോട് സാക്ഷി പറയണമെന്നുള്ള വലിയൊരു ദൗത്യം. അപ്പോൾ അങ്ങനെ ഇവർ പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ അവരുടെ അസൂയ കൊള്ള പള്ളിപ്രമാണികളും മതപ്രമാണികളും എല്ലാവരും ചേർന്ന് ഇവരെ പിടിച്ച് ജയിലിലടച്ചു. അങ്ങനെ ജയിലറയിൽ വെച്ച് രാത്രി ദൂതനിറങ്ങി നട തുറന്ന് ഇവരെ വിടുവിക്കുകയാണ്. വിടുവിച്ചിട്ടൊരു കൽപ്പന കൂടെ കൊടുത്തു. നിങ്ങൾ നേരം വെളുക്കുമ്പോൾ ദേവാലയത്തിൽ ചെന്ന് നിങ്ങളെ തന്നെ കാണിച്ച് ദൈവനാമ മഹത്വത്തിനായി നിങ്ങൾ പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ പറ്റിയ ദിവസം എണീറ്റ് ദേവാലയത്തിൽ ചെന്ന് പ്രസംഗിക്കുവാൻ തുടങ്ങി. ആ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്നത് ഇവരെ അടച്ച വ്യക്തികളിൽ ചിലർ കാണുകയും ചെയ്തു. അവർ നേരെ ചെന്ന് പള്ളിപ്രമാണികളോട് പറഞ്ഞപ്പോൾ അവർ വന്ന് നോക്കിയപ്പോൾ വെച്ച കാവൽ അങ്ങനെ ഇരിക്കുകയാണ്. അവിടെ നിർത്തിയ പട്ടാളക്കാർ അവിടെ നിൽപ്പുണ്ട്. അതേപോലെ തന്നെ കാവൽക്കാർ നിൽക്കെ തന്നെ കതവ് നല്ലവണ്ണം പൂട്ടിയിട്ടുണ്ട്. പക്ഷെ കതവ് തുറന്ന് അകത്ത് നോക്കിയപ്പോൾ അവിടെ ഈ ശിഷ്യന്മാരെ കാണാനില്ല. അപ്പോഴവർ അമ്പരന്ന് പോയി. പ്രിയ ദൈവമക്കളെ, ഇതേപോലെയാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ എത്രയോ കഷ്ടങ്ങളും പ്രയാസങ്ങളും വന്ന് ആരും കാണാതെ നാം സ്വന്തമായിട്ട് ഒരു കാരാഗ്രഹം ഉണ്ടാക്കിയിരുന്നാലും ഇല്ല, അടുത്തവർ നമ്മെ ഒരു കാരാഗ്രഹത്തിലേക്ക് നയിച്ചാലും വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രിയ ദൈവ പൈതലേ, ആ പൂട്ടിയിട്ടിരുന്ന കാരാഗ്രഹം അങ്ങനെ പൂട്ടിയിരിക്കെ ശിഷ്യന്മാർക്ക് വെളിയിൽ വന്ന് കർത്താവിനെ പ്രസംഗിക്കുവാൻ കഴിയുന്നു എങ്കിൽ നാമും നമ്മുടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും വിടുവിക്കപ്പെടുവാനും യേശുവിനെ പ്രസംഗിക്കുവാനും നമ്മെക്കൊണ്ടും സാധിക്കും. പ്രിയ ദൈവ പൈതലേ, ആയതുകൊണ്ട് ഇത് എങ്ങനെ സാധ്യമെന്ന് വിചാരിച്ചിരിക്കാതെ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകുവാൻ ദൈവം ഓരോരുത്തർക്കും കൃപയും ബലവും നൽകട്ടെ. പ്രാർത്ഥിക്കുക. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ചു വഴി നടത്തുന്ന സ്വർഗ്ഗസ്ഥ പിതാവേ, കർത്താവ് ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്ത് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരുന്ന ഓരോരുത്തരും അപ്പൻ്റെ കരങ്ങൾ തരുന്നു. തങ്ങളുടെ ജീവിതത്തിൻ്റെ കർത്താവെ കാലിൽ ഏത് മേഖലയിലാണ് ഇവർ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടതുപോലെ പുറത്തു വരുവാൻ നിവർത്തിയില്ലാതെ കഷ്ടത്തിലും പ്രയാസത്തിലും ആയിരിക്കുന്നുവോ കർത്താവെ, കണ്ണുനീരിലുമായിരിക്കുന്നുവോ, അതിൽ നിന്നെല്ലാം ഈ ദിവസങ്ങളിൽ ഒരു വിടുതല കൊടുത്ത് കർത്താവെ, ശിഷ്യന്മാരെ കർത്താവെ അങ്ങ് പുറത്തു കൊണ്ടുവന്നതുപോലെ ഇവരുടെ ജീവിതത്തിൽ നിന്ന് ഇവരെ പുറത്തു കൊണ്ടുവന്ന് അങ്ങയ്ക്ക് വേണ്ടി സാക്ഷികളായി നിൽപ്പാൻ ഓരോരുത്തരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വരവ് വരെയിലും കർത്താവ് വിഴുന്നു പോകാതെ തളർന്നു പോകാതെ വരുവാൻ എൻ്റെ ദൈവമേ അങ്ങയുടെ വലതുകരം പിടിച്ച് ഇവരെയും വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരുന്ന നല്ല പിതാവേ, ആമേൻ.